ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചാണ്. ഏറ്റവും അധികം സംസാരിക്കപ്പെടേണ്ട ഒരു മാറ്ററാണ് കൺസ്യൂമർ ബിഹേവിയർ. കാരണം സ്ഥിരമായി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനനുസരിച്ച് വേണം പലപ്പോഴും നമ്മൾ പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്യാൻ, സർവീസസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ. ആളുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, ആളുകളുടെ ചിന്താ രീതികൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, ആളുകളുടെ കൺസ്യൂമർ ബൈയിങ് പാറ്റേൺസ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായി ഈ ബൈയിങ് ബിഹേവിയർ അല്ലെങ്കിൽ ബൈയിങ് പാറ്റേൺ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റിനോ നിങ്ങളുടെ സർവീസിനോ ഒക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ആവശ്യമായ മാറ്റങ്ങളും വരുത്താവുന്നതാണ് എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പം 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ എന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യം സോഷ്യൽ ക്ലാസ് ആണ്. നമ്മൾ ഏത് സോഷ്യൽ ക്ലാസ്സിൽ ജീവിക്കുന്നു അത് നമ്മൾ തന്നെയാണല്ലോ തീരുമാനിക്കുന്നത്. നമ്മൾ ഏത് ക്ലാസ്സിലാണുള്ളത്, അത് ലോവർ ക്ലാസ്സിലാണോ, ലോവർ മിഡിൽ ക്ലാസ്സിലാണോ, മിഡിൽ ക്ലാസ്സിലാണോ, അപ്പർ മിഡിൽ ക്ലാസ്സിലാണോ, അപ്പർ ക്ലാസ്സിലാണോ, അപ്പർ പ്രീമിയം ആണോ, ഇത് നമ്മൾ തീരുമാനിക്കുകയാണ്. നമ്മൾ ഇന്ന് തീരുമാനിച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലാസ് അങ്ങ് മാറ്റാം. പലപ്പോഴും ക്ലാസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റാണ്, നമ്മളുടെ ഒരു ജീവിത രീതിയാണ്. നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മൾ എങ്ങനെ ഇതിനെ ജീവിക്കുന്നു, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ് ഈ പറയുന്ന സോഷ്യൽ ക്ലാസിൻ്റെ കണ്ടീഷനിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് സൊസൈറ്റിയിൽ ജീവിക്കുന്നു, നമ്മൾ ഏത് ക്ലാസ്സിനോടൊപ്പം ജീവിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ സോഷ്യൽ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ജീവിക്കുന്നത് കുറച്ച് ഒന്ന് പ്രീമിയം ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ്. അതേസമയം നമ്മൾ അത്ര റിച്ചൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്നത് സാധാരണ സോപ്പാണ്, കുളിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് സാധാരണ സോളിഡ് ആയിട്ടുള്ള ബാർ സോപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. നമ്മളത് ഉപയോഗിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, നമ്മളത് അറിഞ്ഞിട്ടുള്ളൂ, നമ്മൾക്ക് അതിനകത്ത് നമ്മൾ വളരെ കംഫർട്ടബിളാണ്, കുളിക്കാനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ അടുത്ത വീട്ടിലെ ആളുകളുമായിട്ടൊക്കെ ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവർ പറയുന്നു ഞങ്ങൾ ഉപയോഗിക്കുന്നത് ലിക്വിഡ് സോപ്പാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അവർ ലിക്വിഡ് സോപ്പ് മേടിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇത് കൊള്ളാമല്ലോ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഐറ്റമാണ് ലിക്വിഡ് സോപ്പ്. അപ്പോൾ സാധാരണ സോപ്പിനേക്കാൾ കുറച്ചുകൂടി ഒരു രസമുണ്ട്, നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ത്രില്ലുണ്ട്. ഇപ്പോൾ ഭയങ്കര പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും, ഭയങ്കര രസമുള്ളൊരു ഫീലിംഗ്. അതായത് നമ്മൾ ഒരു അടുത്ത ക്ലാസ്സിലേക്ക് എത്തി എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഈ സോളിഡ് സോപ്പിൽ നിന്ന് ലിക്വിഡ് സോപ്പിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ സോഷ്യൽ ക്ലാസ് മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ലുക്ക്, ഷെയ്പ്പ്, ബ്രാൻഡ് ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ നൈബേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുമായി കൂട്ടുകൂടുന്ന ആളുകളിൽ നിന്നോ ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് മാറാവുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ ക്ലാസ് മാറുന്നതിനനുസരിച്ച് എന്ത് മാറാം, ഒരു പ്രൊഡക്റ്റിൻ്റെ രൂപം മാറാം, പ്രൊഡക്റ്റിൻ്റെ മണം മാറാം, പ്രൊഡക്റ്റിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സിലും മാറ്റങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ ഏത് ക്ലാസ്സിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, പല ക്ലാസ്സിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലേക്കാണോ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അടുത്തത് ഇതുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്, അത് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. സോഷ്യൽ ക്ലാസ്സും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും ചെറിയ മാറ്റവും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ചിലപ്പോൾ പരിതാപകരമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ നല്ലതായിരിക്കാം. പക്ഷെ നിങ്ങൾ താമസിക്കുന്നത് നല്ല ഒരു കമ്മ്യൂണിറ്റിയിലാണ്. നമ്മളെ കമ്മ്യൂണിറ്റിയിലാവുമ്പോൾ സോഷ്യൽ ക്ലാസ് മാറി, പക്ഷെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾ ബേസിക്കലി കുറച്ച് ബുദ്ധിമുട്ടിലാണ്. നിങ്ങൾ ബേസിക്കലി ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമ്മുടെ പർച്ചേസിനകത്തൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. നമ്മളപ്പോൾ ഇത്രയും കാലം നമ്മൾ MRP നോക്കിയിട്ടില്ലാത്ത സാധനങ്ങളെല്ലാം ചിലപ്പോൾ നമ്മൾ അരിപ്പൊടി വാങ്ങാൻ പോകുന്ന സമയത്ത് ആ റാക്കിനിരിക്കുന്ന എല്ലാ ബ്രാൻഡുകളും എടുത്ത് ഒന്ന് തിരിച്ചു നോക്കി ഇതിൻ്റെ MRP എത്രയാണെന്ന് നോക്കി അതിൽ ഏറ്റവും കുറഞ്ഞ MRP ഉള്ള ബ്രാൻഡ് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൈസ് കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ പ്രൈസ് കോൺഷ്യസ്നെസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം ഒരു കാറ്റഗറിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇറക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെ ശക്തമായ റിസർച്ച് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ പ്രൈസ് കോമ്പറ്റീഷനിൽ തകർന്നു പോകും. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തുകൊണ്ടും എന്തുണ്ടാവാം, പർച്ചേസ് ഡിസിഷൻസ് ഉണ്ടാവാം. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ടൈം പ്രഷറാണ്. എത്ര സമയം നിങ്ങൾക്കുണ്ട് ഇത് പർച്ചേസ് ചെയ്യാൻ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, പല സാധനങ്ങളും നമുക്ക് പെട്ടെന്ന് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളായിരിക്കും. പലതും ചിലപ്പോൾ പെട്ടെന്നുള്ള ഒരു തോന്നലിൻ്റെ പുറത്തായിരിക്കും നമ്മൾ മേടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കുളിക്കാനുള്ള ബാത്ത് ടവൽ എടുത്തിട്ടില്ല.
ബാത്ത് ടവൽ നമ്മൾ ഹോട്ടലിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒരു മാർഗ്ഗവുമില്ല. കുളിക്കുന്നതിന് മുമ്പ് ബാത്ത് ടവൽ മേടിച്ചേ പറ്റൂ. അപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല. വെളുപ്പിനെ തന്നെ നമ്മൾ ഇറങ്ങി തപ്പുകയാണ്. ഒരൊറ്റ കടയിൽ മാത്രമേ ഉള്ളൂ ബാത്ത് ടവൽ. അവിടെ കുറച്ച് പ്രീമിയം ടവൽസ് മാത്രമേ ഉള്ളൂ. നമ്മൾ വാങ്ങാൻ നിർബന്ധിതനാവുന്നു. നമ്മൾ സാധാരണഗതിയിൽ ആ പ്രീമിയം ടവൽ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ ടൈം പ്രഷർ കാരണം എന്ത് സംഭവിക്കുന്നു? ടൈം പ്രഷർ കാരണം നമ്മുടെ ബൈയിങ് ഡിസിഷനിൽ ഒരു മാറ്റം വരുന്നു. തൽക്കാലം ഇത് ഉപയോഗിച്ചേ പറ്റൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രീമിയം ടവൽ മേടിച്ചിട്ട് പോകുന്നു. നേരെ തിരിച്ച് സംഭവിക്കാം. സാധാരണ നമ്മൾ പ്രീമിയം ടവൽ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ, പക്ഷേ കാലത്ത് തുറന്നിരിക്കുന്നത് ഒരു കൊച്ചു കട മാത്രമാണ്. അവിടെ ഒരു വളരെ സാധാരണ തോർത്തുകൊണ്ട് മാത്രമേ ഉള്ളൂ. തൽക്കാലം അത് മേടിച്ചിട്ട് പോകാൻ സംഭവിക്കാം. അപ്പം ടൈം പ്രഷർ, എനിക്ക് പെട്ടെന്ന് മേടിക്കണം അല്ലെങ്കിൽ എൻ്റെ തീരുമാനം പെട്ടെന്നാകണം എന്നുള്ള സംഭവം തീർച്ചയായിട്ടും നിങ്ങളുടെ കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ വേണം ഇതിനെ വർക്കൗട്ട് ചെയ്യാൻ. മറ്റൊന്ന് കൾച്ചറാണ്. കൾച്ചർ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്ന ഒന്നാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളുടെ രീതിയായിരിക്കാം, നമ്മൾ തുടർന്നു പോകുന്നിട്ടുള്ള രീതി, നമ്മുടെ അച്ഛനും അമ്മയും ചെയ്തു പോന്നിരുന്ന രീതി, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാരും നാട്ടുകാരും തുടർന്നു പോരുന്ന ഒരു കസ്റ്റം. ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും എന്തുണ്ടാവുന്നത്? ഈ കൾച്ചർ ഉണ്ടാവുന്നത്. കൾച്ചർ പ്രകാരം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, കേരളത്തിലെ പല സ്ഥലങ്ങളിലും സാമ്പാർ ഉണ്ടാക്കുന്നത് പലതരത്തിലാണ്. അത് ഒരു ജില്ലയിൽ തന്നെ 3-4 തരത്തിലുള്ള സാമ്പാറുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും തൃശ്ശൂരും ആ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാമ്പാർ കുറച്ചും കൂടിയും ലൂസായിട്ടുള്ള സാമ്പാറാണ് കിട്ടുന്നത്. അതേസമയം ഞാനിത് തെക്ക് ഭാഗത്തേക്ക് പോകുന്തോറും സാമ്പാറിൻ്റെ കട്ടി കൂടി വരുന്നത് കാണാം. ഭയങ്കര തിക്കായിട്ടുള്ള സാമ്പാറായി മാറും. ഒരു സെമി സോളിഡ് ലെവലിലൊക്കെ സാമ്പാർ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ ഇൻഗ്രീഡിയൻസ്, സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞ രീതിയിൽ ഏതാണ്ട് എല്ലായിടത്തും കൊടുക്കുന്ന സാധനമാണ്. സാമ്പാറിനകത്തുള്ള ഇൻഗ്രീഡിയൻസ്, ഉപയോഗിക്കുന്ന പച്ചക്കറികൾ ഡിഫറെൻ്റ് ആണ്. എന്തിനെ ബേസ് ചെയ്താൽ? ഉപയോഗിക്കുന്ന രീതി, കൾച്ചറിനെ ബേസ് ചെയ്താൽ. നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഓരോ കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച് ഡ്രസ്സിൻ്റെ പ്രിഫറൻസസ് പലപ്പോഴും മാറുന്നത് കാണാം. ചില കമ്മ്യൂണിറ്റികൾ വളരെ സട്ടിലായിട്ടുള്ള ടൈപ്പ് ഡ്രസ്സ് ഇടുമ്പോൾ ചില കമ്മ്യൂണിറ്റീസ് കുറച്ചും കൂടിയും ഗ്ലിറ്ററിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാർക്കായിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് ധരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അപ്പോൾ കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച്, കൾച്ചറിനനുസരിച്ച്, രീതികൾക്കനുസരിച്ച് കൺസ്യൂമർ ബിഹേവിയറിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഇതുകൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ആക്ച്വലി ഇനിയുള്ള കാലത്ത് കൃത്യമായ രീതിയിൽ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഡിസൈൻ ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും സ്റ്റാർട്ടപ്പുകളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് എന്താണോ ഇഷ്ടം അതുണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടമല്ല മാർക്കറ്റിൽ ചിലവാകുന്നത് എന്നുള്ളത് കൃത്യമായി ധാരണയുണ്ടാകണം. നമ്മൾ മാർക്കറ്റിനെ കൃത്യമായി പഠിച്ച് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കി അവരെ ഈ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം കൃത്യമായിട്ട് ഒരു പ്രൊഡക്റ്റോ സർവീസോ ഡിസൈൻ ചെയ്യാൻ. ഓൾ ദ ബെസ്റ്റ്.